പുതിയൊരു രാജ്യത്തേക്ക് വന്ന് ഇവിടെ നമ്മൾ കുറേ നാൾ താമസിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങൾ കാണും, അതും നമുക്ക് ഇഷ്ടമല്ലാത്ത കുറേ കാര്യങ്ങളും കാണും. ജർമ്മനിയിൽ ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും യൂറോപ്യൻ സഞ്ചാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ പറയാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻസിൽ കൊടുക്കാൻ മറക്കരുത് വീഡിയോ കണ്ട് കഴിയുമ്പോൾ കേട്ടോ. ജർമ്മനി ഒരു ഡെവലപ്ഡ് രാജ്യം തന്നെയാണ്. പല മേഖലയിൽ ഇപ്പോൾ ടെക്നോളജി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ആയിക്കോട്ടെ പല കാര്യങ്ങളിൽ ഒരു ഡെവലപ്ഡ് രാജ്യം തന്നെയാണ്. പക്ഷേ ഇവിടെ നമുക്ക് ബ്യൂറോക്രസിയിലേക്ക് വരുമ്പം ഏറ്റവും കൂടുതൽ ബ്യൂറോക്രസി ഉള്ളൊരു രാജ്യവും ജർമ്മനി തന്നെയാണ്. ഇത് എടുത്തു പറയാനായിട്ടുള്ള കാര്യമാണ് പേപ്പർ വർക്കുകൾ. നമ്മൾ ജർമ്മനിയിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്ത് ഇവിടെ വന്നൊരു ആദ്യത്തെ 6 മാസമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പേപ്പർ വർക്കുകൾ ചെയ്യാനുള്ളത് തന്നെ. പിന്നെ നമ്മൾ വിസ എക്സ്റ്റെൻഡ് ചെയ്യുന്നതനുസരിച്ചാണ് ആ പേപ്പർ വർക്കുകളുടെ എണ്ണങ്ങൾ കൂടി വരുന്നത്. നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേന് നമ്മൾ ആദ്യം ചെയ്യുന്നൊരു കാര്യമാണ് സിറ്റി രജിസ്ട്രേഷൻ. അത് നമ്മൾ ചെയ്തിരിക്കണം നിർബന്ധമായിട്ടും. അപ്പം നമ്മളൊരു അപ്പോയിൻമെൻറ്റ് എടുക്കുക എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും കാഠിന്യമേറിയൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ബെർലിൻ പോലെ അത്രയും ആൾക്കാരുള്ളൊരു സ്ഥലമാണെങ്കിൽ ഫോറിനേഴ്സ് ഓഫീസിൽ അപ്പോയിൻമെൻറ്റ് കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇനി അപ്പോയിൻമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലോ ഇവർ പറയുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സുമായിട്ട് നമ്മൾ അവിടെ ചെന്ന് വേണം സിറ്റി രജിസ്ട്രേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അതൊന്നും ഇതുവരെ ഓൺലൈൻ ആയിട്ടില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പുറകോട്ട് നിൽക്കുന്നത് കാര്യങ്ങൾ ഡിജിറ്റലൈസ്ഡ് ആക്കുക എന്നുള്ള കാര്യത്തിൽ തന്നെയാണ്. കൊറോണ കഴിഞ്ഞപ്പോഴാണ് കുറച്ചെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഡിജിറ്റലൈസ്ഡ് ആയി ചെയ്യാൻ സാധിക്കുന്നത്. എന്തിനു പറയുന്നു, ഇവിടെ നമ്മൾ പൈസ കൊടുത്തവരെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ചില സ്ഥലങ്ങളിൽ നമുക്കൊരു ഓൺലൈൻ പേയ്മെൻറ്റ് പോലും ചില കടകളിൽ വന്നിട്ടില്ല. പിന്നെ വേറൊരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വരുന്നത് പോസ്റ്റ് വഴിയാണ്. അതെ, ഇപ്പോഴും ഇവിടെ ആൾക്കാർ ലെറ്റർ അയച്ചാണ് കാര്യങ്ങളെല്ലാം അറിയിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ ഇപ്പോൾ ഇമെയിൽ വഴിയോ ഒന്നും നമുക്ക് കാര്യങ്ങൾ വരത്തില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈവസിയാണ്. ഡാറ്റ പ്രൈവസി ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് ഇവരിപ്പോഴും ഈ പോസ്റ്റ് വഴി ലെറ്ററുകൾ അയക്കുന്നത്. ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടുക, അപ്പോയിൻമെൻറ്റിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, ഒരുപാട് സമയം നോക്കിയിരിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടായി തോന്നും, പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ താമസിക്കുന്ന സമയത്ത്. ഇനി അടുത്ത കാര്യമാണ് കസ്റ്റമർ സർവീസ്. നമ്മൾ യൂറോപ്പിലും അമേരിക്കയിലും ഒട്ടുമിക്ക സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ് കസ്റ്റമർ സർവീസ് വളരെ മോശമായിട്ടുള്ള ഒരു രാജ്യം ജർമ്മനി തന്നെയാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പം കസ്റ്റമർ സർവീസ് നിൽക്കുന്ന ആൾക്കാർ അത്ര വെൽക്കമിങ് ആയിട്ടുള്ള ആൾക്കാരല്ല. പ്രത്യേകിച്ച് ഇപ്പം നമ്മളിപ്പം ഒരു ഓഫീസ് സമയത്ത് ഇപ്പോൾ 8 മുതൽ 5 വരെ നമ്മളിപ്പോൾ ഒരു കാര്യത്തിനായി വിളിക്കുവാന്ന് വിചാരിച്ചോ, നമ്മൾ 40 മിനിറ്റ് തൊട്ട് 1 മണിക്കൂർ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അവരിന് ലൈനിൽ കിട്ടാനായിട്ട്. ഇത്രയും നേരമൊക്കെ നമ്മൾ അത്യാവശ്യത്തിന് നോക്കി നിൽക്കുക എന്ന് പറയുമ്പം ഒന്ന് ആലോചിച്ച് നോക്കി എന്തൊരു ബുദ്ധിമുട്ടാണെന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ കസ്റ്റമർ സർവീസിലേക്ക് വിളിക്കുന്ന നമ്പർ ടോൾ ഫ്രീ ആയിരിക്കണമെന്നില്ല. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ കസ്റ്റമർ സർവീസിനൊക്കെ ടോൾ ഫ്രീ നമ്പർ നമ്മൾ വിളിച്ചാലും പൈസ പോകത്തില്ല. ഞങ്ങൾക്ക് അതാണ് ഏറ്റവും കൂടുതൽ സർപ്രൈസിങ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം. ഇവിടെ നമ്മളിപ്പം ഒരു കസ്റ്റമർ സർവീസിലേക്ക് വിളിക്കുമ്പോഴത്തേന് അത് ടോൾ ഫ്രീ നമ്പർ അല്ല എങ്കിൽ നമ്മൾ കാശ് കൊടുക്കണം. അത് മാത്രമല്ല നമ്മളിപ്പോൾ നമ്മുടെ ഫോണിന് എടുക്കുന്ന പ്ലാൻ അനുസരിച്ച് എല്ലാ ജർമ്മൻ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ ഫ്രീ ആയിരിക്കണമെന്നില്ല. ചില പ്ലാനുകൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ഫ്രീ കോളുകൾ തരുന്നത്. അപ്പോൾ അതനുസരിച്ചും വേണം നമ്മൾ നമ്മുടെ പ്ലാൻ ചൂസ് ചെയ്യുമ്പം എടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ജർമ്മനിയൻ കമ്പനിയുടെ ഒരു കസ്റ്റമർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിളിച്ചു. അവിടെ ഇരിക്കുന്ന ആളും ഒരു ജർമ്മൻകാരനോ അല്ലെങ്കിൽ ജർമ്മൻകാരിയോ ആയിരിക്കും. അവർ ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് നിർബന്ധമില്ല. അവർ ജർമ്മനിൽ മാത്രമേ സംസാരിക്കത്തുള്ളൂ. തപ്പിയും തടഞ്ഞൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ചിലവരെങ്കിലും ചിലപ്പോൾ നമുക്ക് കിട്ടിയേക്കാം നമ്മൾ കസ്റ്റമർ സർവീസിലേക്ക് വിളിക്കുമ്പോൾ. പക്ഷേ ജർമ്മനിയിലേക്ക് റീലൊക്കേറ്റ് ചെയ്തത്, അതായത് റീസെൻ്റ് ആയിട്ട് റീലൊക്കേറ്റ് ചെയ്ത ഒരാളാണ് ജർമ്മൻ അത്ര വശമില്ല എങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടും അവരോടൊന്ന് സംസാരിച്ച് നമ്മുടെ കാര്യം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട്. അടുത്തൊരു കാര്യമാണ് ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ്. ഇപ്പം നാട്ടിലൊക്കെ നമുക്കൊരു വയ്യാഴിക വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓടിപ്പോയി ഒരു ഡോക്ടറിനെ കാണും. നമ്മളിങ്ങനെ അപ്പോയിൻമെൻറ്റ് എടുത്ത് മാസങ്ങളോളം കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. പക്ഷേ ജർമ്മനിയിൽ നമുക്കിപ്പോൾ ഒരു വയ്യാഴിക വന്നു, നമുക്ക് ഒരു ഡോക്ടറിനെ കാണണമെങ്കിൽ അപ്പോയിൻമെൻറ്റ് എടുത്ത് നമ്മൾ ദിവസങ്ങളോളം കാത്തിരിക്കണം. അത്രയ്ക്ക് വലിയ വയ്യാഴികയാണ് എങ്കിൽ മാത്രമേ നമുക്ക് ഇവിടുത്തെ 112 വിളിച്ച് നമ്മൾ ആംബുലൻസ് വന്ന് നേരെ നമ്മുടെ ഹോസ്പിറ്റൽ കാഷ്വാലിറ്റിയിലേക്കൊക്കെ പോകാൻ സാധിക്കത്തുള്ളൂ. ഇപ്പം നമുക്കിപ്പോൾ ചുമ അല്ലെങ്കിൽ നമുക്ക് പനി അല്ലെങ്കിൽ വയറുവേദന ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഉടനെ ഒരു ഡോക്ടറെ കാണാൻ പോകാൻ പറ്റത്തില്ല. നമ്മൾ ആ ഡോക്ടേഴ്സ് ക്ലിനിക്കിൽ വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുക്കണം. ചിലപ്പോൾ അപ്പോയിൻമെൻറ്റ് നമുക്ക് ഉടനെ കിട്ടിയേക്കാം, അല്ലെങ്കിൽ നമ്മൾ അപ്പോയിൻമെൻറ്റിനായി ദിവസങ്ങളോളം കാത്തിരിക്കണം. ഒരു 3-4 ദിവസം കഴിഞ്ഞാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ വയറുവേദന ചുമയൊക്കെ മാറിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും
ദിവസം ഡോക്ടറെ കാണാനായിട്ട് നമ്മൾ കാത്തിരിക്കേണ്ട അവസ്ഥ. അതുകൊണ്ട് തന്നെ മിക്ക ആൾക്കാരും നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേന് അവരുടെ പെട്ടിക്കകത്ത് പാരസിറ്റമോളും ഡോളോയും ചുമക്കുള്ള മരുന്നും കഷായവും അതും ഇതും ഒക്കെ കാണും. എന്നാൽ മാത്രം നമുക്ക് ഇവിടെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. അടുത്തതാണ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. ജർമ്മൻ ട്രെയിനുകളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വളരെ ലേറ്റ് ആണ് ഇവിടുത്തെ ജർമ്മൻ ട്രെയിനുകൾ. പക്ഷെ അതൊക്കെ പോട്ടെ, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയും ഇൻഫ്രാസ്ട്രക്ചറും പ്രത്യേകിച്ച് ട്രെയിൻ ഫെസിലിറ്റീസ് ഒക്കെ അടിപൊളിയാണ്. അതൊക്കെ നമ്മൾ എടുത്തെടുത്ത് പറയേണ്ടതാണ്. നല്ല കാര്യങ്ങൾ നമ്മൾ എടുത്ത് പറയണമല്ലോ. അതുപോലെ തന്നെ ഏതൊരു കുഗ്രാമത്തിലേക്കും ബസ് സർവീസും ട്രെയിൻ സർവീസും ഒക്കെ കാണും. പക്ഷേ സാധാരണക്കാരില്ല, അതായത് ഇപ്പോൾ നമുക്ക് വളരെ സാധാരണ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് അഫോർഡബിൾ ആയിരിക്കും മിക്ക രാജ്യത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനും, അല്ലേ? പക്ഷെ ജർമ്മനിയിൽ അങ്ങനെയല്ല. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങളിപ്പോൾ എന്നോട് ചോദിക്കും, ചേച്ചി 49 യൂറോ ടിക്കറ്റ് ഇല്ലേ, അതപ്പോൾ ലാഭമല്ലേ എന്നുള്ളത്. അത് ശരിയാണ്, 49 യൂറോ ടിക്കറ്റ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അത് വരുന്നതിന് മുന്നേ അങ്ങനെയല്ലായിരുന്നു. ഇവിടുന്ന് ആഹനിൽ നിന്ന് കൊളോൺ വരെ പോകണമെങ്കിൽ മാസം, അതായത് മന്ത്ലി ടിക്കറ്റിന് നമ്മൾ കൊടുക്കേണ്ടത് 300 യൂറോയാണ്. നമ്മുടെ നാട്ടിൽ 27,000 രൂപ വരും വെറും 75 കിലോമീറ്റർ യാത്ര ചെയ്യാനായിട്ട്. വളരെ സാധാരണ രീതിയിൽ ജോലി ചെയ്യുന്ന ഒരാൾ മാസം അയാൾക്ക് കിട്ടുന്നത് 1500 യൂറോ ആണ്. അയാൾ ആഹനിൽ നിന്ന് കൊളോണി വരെ പോകണം. അതിൽ നിന്ന് 300 യൂറോ ഈ ടിക്കറ്റിന് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള പൈസയും കൊണ്ട് വേണ്ട ആ ഒരു മാസത്തെ ചെലവ് കഴിക്കാനായിട്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര യൂറോ നമ്മുടെ കൈ മിച്ചം കാണും ഈ 300 യൂറോ കൊടുത്ത് കഴിയുമ്പോൾ. ഇപ്പം പക്ഷെ നമുക്ക് കുഴപ്പമില്ല, കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമുക്ക് 49 യൂറോ ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 49 യൂറോ ടിക്കറ്റ് വെച്ച് ജർമ്മനിയിലുടനീളം യാത്ര ചെയ്യാം. അതുകൊണ്ട് ഇത് വലിയൊരു പ്രശ്നമല്ല. ഇപ്പം ഇതിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് കിട്ടുന്ന ഈ പെർഫോമൻസ് ബോണസ് ഇല്ല, ഈ പെർഫോമൻസ് ബോണസ് ആഡ് ആകുക ഈ ബ്രുട്ടോ സാലറിയിലേക്ക്. എന്നിട്ട് ആ ബ്രുട്ടോ സാലറിയിൽ നിന്നാണ് ടാക്സും സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷനും പോകുന്നത്. അപ്പോൾ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെർഫോമൻസ് ബോണസും ടാക്സ് പിടിച്ചിട്ട് നമ്മുടെ കയ്യിലോട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് മിക്ക ആൾക്കാരും ഇവിടെ 8 മണിക്കൂർ മാത്രം ജോലി ചെയ്യുന്നത് എന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. ജർമ്മനിയിലേക്ക് റീലൊക്കേറ്റ് ചെയ്ത ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഇപ്പം റീലൊക്കേറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഇവിടെ ഒരു വീട് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ടൊരു കാര്യമാണ്. പ്രത്യേകിച്ച് അക്കോമഡേഷൻ സ്കാമുകളിലും ചതിക്കുഴികളിലും ഒന്നും പെടാതൊരു വീട് കണ്ടുപിടിക്കുക എന്നുള്ളത്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേന് നമ്മൾ വരുന്നത് മ്യൂണിക്ക്, ഫ്രാങ്ക്ഫർട്ട്, ബെർലിൻ പോലെയുള്ള വലിയ വലിയ സിറ്റീസിലേക്കാണ്. അവിടെ ഒരു സ്റ്റുഡന്റ് വേഗം കണ്ടുപിടിക്കാൻ പോലും വളരെ പ്രയാസമാണ്. ജർമ്മനി ഒരു ഹൗസിംഗ് ക്രൈസിസ് നേരിട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു വീട് കണ്ടുപിടിക്കാൻ നമ്മൾ ഒരുപാട് തപ്പേണ്ടി വരും. ഇപ്പം ജർമ്മനിയിലേക്ക് വരുന്ന ആൾക്കാരാണെങ്കിൽ പോലും, നമ്മൾ വന്ന സമയത്തൊക്കെ ആണെങ്കിൽ പോലും, ഇവിടെ നമുക്ക് ഇപ്പം ഫ്രണ്ട്സോ റിലേറ്റീവ്സോ കസിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മളെ സഹായിക്കും വീട് കണ്ടുപിടിക്കാനായിട്ട്. പക്ഷെ ആരുമില്ല എങ്കിൽ നമ്മൾ ഇവിടെ വരുമ്പം ആദ്യത്തെ 1-2 മാസം എയർബിഎൻബിയിലൊക്കെ നിന്ന് ഒരു പെർമനന്റ് അക്കോമഡേഷൻ കണ്ടുപിടിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഓക്കെ, എങ്ങനെയെങ്കിലും നമുക്കൊരു അപ്പാർട്ട്മെന്റ് കണ്ടുപിടിക്കാമെന്ന് വിചാരിക്കാം. പക്ഷെ ഞങ്ങൾക്ക് ഇതിൽ ഒട്ടും യോജിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്, ഇവിടുത്തെ മിക്ക അപ്പാർട്ട്മെന്റ്സും ഒന്നെങ്കിൽ സെമി ഫർണിഷ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഫർണിഷിങ്ങേ കാണത്തില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കിച്ചൺ. കിച്ചൺ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു മുറി മാത്രമേ കാണത്തുള്ളൂ. അതിൽ നമുക്കൊരു സിങ്കോ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗവോ അല്ലെങ്കിൽ ടേബിൾ ടോപ്പ് പോലും കാണത്തില്ല. എല്ലാം നമ്മൾ തന്നെ വേണം അതിലുണ്ടാക്കാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ലേബർ ചാർജ്. ഇവിടെ നമ്മൾ ഒരാളെ കിച്ചൺ പണിയാൻ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു കിച്ചൺ വാങ്ങിക്കാനുള്ള കാശ് അയാൾക്ക് ശമ്പളമായിട്ട് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് മിക്ക ആൾക്കാരും ഇവിടെ സ്വന്തമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. വേറൊരു കാര്യം ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് ബുദ്ധിമുട്ടായി തോന്നിയൊരു കാര്യമാണ്, ഇവിടെ ഞായറാഴ്ചകളിൽ സൂപ്പർ മാർക്കറ്റുകളില്ല. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ശനിയാഴ്ചയോടെ എല്ലാം പ്ലാൻ ചെയ്യണം, സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ മേടിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ടൊക്കെ പറ്റത്തുള്ളൂ. കാരണം ഞായറാഴ്ച ഇവിടെ സൂപ്പർ മാർക്കറ്റ് ഇല്ലല്ലോ. അതുപോലെ പബ്ലിക് ഹോളിഡേയ്സിലും സൂപ്പർ മാർക്കറ്റുകളൊന്നും ഓപ്പൺ ആയിരിക്കത്തില്ല. ഇത് വന്ന സമയത്ത് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് ഉള്ളൊരു കാര്യമായിരുന്നു. കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലല്ലോ. നമുക്കിപ്പം ഞായറാഴ്ച ആണെങ്കിൽ പോലും നമ്മുടെ അടുത്ത് ഏതെങ്കിലും ഒരു കട തുറന്നിട്ടുണ്ടായിരിക്കും അത്യാവശ്യ സാധനം മേടിക്കാനായിട്ട്. പക്ഷേ ഇപ്പം നമ്മൾ ഓൾറെഡി കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്യുന്നത് കൊണ്ട് ഇപ്പം ഞായറാഴ്ച കടയില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ നമുക്ക് ഞായറാഴ്ചകളിൽ ഒച്ച വെക്കാനായിട്ട് പറ്റത്തില്ല. ഞായറാഴ്ച എന്ന് പറയുന്നത് റൂഹറ്റാഗ് അല്ലെങ്കിൽ സൈലന്റ് ഡേ എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6 മണിക്ക് മുന്നേയും രാത്രി 10 മണിക്ക് ശേഷവും നമ്മൾ ഒച്ച വെക്കാൻ പാടില്ല. ഇവിടെ സൈലന്റ് അവേഴ്സ് എന്നറിയപ്പെടുന്നതും റൂഹ സൈറ്റ് എന്നാണ് ജർമ്മനിയിൽ പറയുക. ആ സമയങ്ങളിൽ പ്രത്യേകിച്ച് ഈ ഞായറാഴ്ചകളിലും, അതായത് റൂഹ സൈറ്റിലും റൂഹ ടാഗിലും നമ്മൾ 50 ഡെസിബലിൽ കൂടുതൽ ഒച്ച വെക്കാനായിട്ട് പാടില്ല എന്നാണ് നിയമം. ഇപ്പം ചില സമയത്തൊക്കെ
നമ്മൾ ജോലിക്കൊക്കെ പോകുമ്പോൾ നേരത്തെ നമുക്ക് എഴുന്നേറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കേണ്ടി വരും. നമ്മുടെ ഫുഡിൻ്റെ കാര്യം അറിയാമല്ലോ, ചില പ്രഷർ കുക്കർ ഉപയോഗിക്കേണ്ടി വരും, അല്ലെങ്കിൽ മിക്സി ഉപയോഗിക്കേണ്ടി വരും. അതൊന്നും നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പ്രഷർ കുക്കറോ മിക്സിയോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ഡ്രില്ല് ചെയ്യാൻ പാടില്ല, അതുപോലെ നമുക്ക് ഗാർഡനിൽ പുല്ല് വെട്ടാനായിട്ട് പാടില്ല, വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാൻ പാടില്ല. ഇതൊന്നും നമുക്ക് ചെയ്യാനായിട്ട് പാടില്ല. 50 ഡെസിബലിൽ കൂടുതൽ ഒച്ച ഉണ്ടാക്കുന്ന ഒരു ഉപകരണങ്ങൾ നമുക്ക് ഈ ഒരു സമയത്ത് പ്രവർത്തിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. പ്രത്യേകിച്ചും ജർമ്മൻകാർ, അതായത് പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് നമുക്ക് ചുറ്റും അയൽവക്കക്കാരായിട്ട് താമസിക്കുന്നത് എങ്കിൽ അവരാദ്യമേ നമ്മുടെ പോലീസിനെ വിളിക്കും. അവർ വന്ന് നമുക്ക് വാണിംഗ് തരും. പിന്നെയും അവർ വരാൻ ഇടയാവുകയാണ് എങ്കിൽ നമ്മൾ ഫൈൻ വരെ അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്കൊട്ടും യോജിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ ജർമ്മനിയിലെ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ പറയുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ള കാര്യം കമൻസിൽ കൊടുക്കാൻ മറക്കണ്ട. ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അടുത്ത വീഡിയോയിൽ കാണാം. അതും എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.